ആദ്യം നന്ദഗോപാൽ മടയിൽ നിന്ന് പുലികൾ ഇറങ്ങി തുടങ്ങിയോ? സ്വരാജ് റൗണ്ടിലേക്ക് ഒരു ജനസാഗരം പോലെയാണ് സാധാരണ ആ ഭാഗം കാണാറ്. പുലികൾ ഇറങ്ങുന്ന സമയത്ത് ആ രീതിയിലാണോ ഇത്തവണയും കാഴ്ച? രാവിലെ മുതൽ തുടങ്ങിയ ആ ഒരു ഒരുക്കങ്ങൾ, ആ സമയം ഒക്കെ പൂർത്തിയാക്കിയ ശേഷം മടവിട്ട് പുലികൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂരിന്റെ നഗരങ്ങളിലേക്ക് പുലികൾ ചുവടുവെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നമുക്ക് പിറകിൽ കാണുന്നത് പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലിക്കളി സംഘത്തെയാണ്. പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലികളാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ഇവരാണ് തൃശ്ശൂരിലെ ഇത്തവണത്തെ പുലിക്കളിക്ക് ഏറ്റവും ആദ്യം നഗരത്തിലേക്ക് എത്തുന്ന പുലികൾ. ഇവർ അല്പസമയത്തിനകം തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ ഫ്ളാഗ് ഓഫ് പോയിന്റ് ഉണ്ട്. ഇവിടെ എത്തി ഈ ഫ്ളാഗ് ഓഫ് നടത്തും. അതിനുശേഷമാണ് റൗണ്ടിലേക്ക് പ്രവേശിക്കുക. അവിടെ ആളുകളൊക്കെ തന്നെ മണിക്കൂറുകൾ മുൻപ് കാത്തിരിക്കുന്നുണ്ട് ഓരോ പുലികളെയും കാണുന്നതിന് വേണ്ടി. പല തരത്തിലുള്ള പുലികൾ ഈ ദേശം, പാട്ടുരായ്ക്കൽ ദേശം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എപ്പോഴും കാണുന്ന വരിയൻ പുലികളുണ്ട്, പുള്ളിപ്പുലികളുണ്ട്, അതിനു പുറമെ ഫ്ലൂറസെന്റ് പുലികൾ, ഒപ്പം പല നിറത്തിലുള്ള പുലികൾ. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഈ പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ തന്നെ പറയുന്ന ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് ഈ പുലികൾ ഈ വേഷത്തിൽ വീണ്ടും ഈ ദേശത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ്. 12 വർഷത്തിന് ശേഷമാണ് ഈ പാട്ടുരായ്ക്കൽ ദേശം പുലികളായി വീണ്ടും ഈ തൃശൂർ നഗരത്തിലേക്ക് എത്തുന്നത്. ചുവടുകൾ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിറകിൽ കേൾക്കുന്ന ആ ഒരു ചെണ്ടമേളത്തിന്, ആ ഒരു അസുരവാദ്യത്തിനൊത്ത് ചുവട് വെച്ചാണ് ഓരോ പുലികളും മുന്നോട്ട് നടന്നു നീങ്ങുക. ഇതിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. ആദ്യമായി പുലിവേഷം കെട്ടിയ കുട്ടികളുണ്ട്, വർഷങ്ങളായി പുലിയായി വരുന്ന ആളുകളുണ്ട്. എല്ലാവരും ഒരേ ആവേശത്തോടെ, ഒരേ ഉത്സാഹത്തോടെ ഈ പുലികളിയിൽ ഭാഗമാകുന്നു എന്നുള്ളതാണ്. വലിയ ആവേശത്തോടെയാണ് തൃശ്ശൂരുകാർ ഈ ഒരു പുലികളിയെ ഏറ്റെടുക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ ആ പുലികൾ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഫ്ളാഗ് ഓഫിന് ശേഷം ഈ സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ പ്രവേശിക്കും. അവിടെയാണ് ആളുകൾക്ക് മുന്നിൽ